എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫയർ എക്സ്റ്റിംഗ്വിഷർ അഥവാ ഈ ഒരു സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തറിയാം? തീ അണക്കാനാണ് എന്നറിയാം. എന്നാൽ ഒരു തീപിടുത്തമുണ്ടായാൽ ഈ ഒരു ഉപകരണം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുന്നവരുണ്ടാവാം. പക്ഷേ മിക്കവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവരാണ്. ഇത് അറിഞ്ഞിരിക്കുക എന്നത് ഒരു അത്യാവശ്യമല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. മാത്രവുമല്ല, ചില ഘട്ടങ്ങളിൽ ഒത്തിരി ജീവൻ അല്ലെങ്കിൽ സ്വത്ത് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന ഇലക്ട്രിക്കൽ ടെക്നിക്കൽ പരമായ അറിവുകളാണ് എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അവ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പിന്തുണയേകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഫയർ എക്സ്റ്റിംഗ്വിഷറെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കായി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകാനാവില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഓരോ വസ്തുക്കൾ കത്തുമ്പോഴും വ്യത്യസ്തങ്ങളായ ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ കത്തുന്നതിനെ ABCDEF അങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതായത് എ വിഭാഗത്തിൽ വരുന്നത് ഫർണിച്ചറുകൾ, ക്ലോത്ത്, പ്ലാസ്റ്റിക് തുടങ്ങിയവയാണ്. അതുപോലെ ബി വിഭാഗത്തിൽ പെട്രോള്, പെയിൻറ്, ടർപ്പൻ്റ് ഇതുപോലുള്ള വസ്തുക്കളാണ് ബി വിഭാഗത്തിൽ പെടുന്നത്. അതുപോലെ സി വിഭാഗത്തിൽ ഗ്യാസ് അതുപോലുള്ളവ കത്തുന്നതിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ DF ഇങ്ങനെ വ്യത്യസ്തങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കുക്കിംഗ് ഓയിൽ, ആനിമൽ ഫാറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന ക്ലാസ് F ഫയർ ഒഴിച്ച് ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും ABC പൗഡർ ഉപയോഗിച്ചുള്ള ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ കാണുന്നുണ്ടാവാം. അത് ഓരോ സ്ഥലങ്ങളിലും ആവശ്യമായ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് അതാത് സ്ഥലത്തെ ആവശ്യത്തിനനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇതുപോലുള്ളവ കണ്ടേക്കാം. ഇത് 1 കിലോയുടെ സിലിണ്ടറാണ്. അതുപോലെ 2 കിലോ, 4 കിലോ അതുപോലെ വലിയ വലിയ സിലിണ്ടറുകളും ഉണ്ടാവാറുണ്ട്. വലിപ്പം ഏതായാലും ഇതിൻ്റെ ബേസിക്കായ ഉപയോഗം എങ്ങനെയെന്നാണ് നമ്മൾ പറയുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്ന മെത്തേഡിനെ പാസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. പാസ് എന്ന് പറഞ്ഞാൽ പുൾ, എയിം, സ്ക്വീസ്, സ്വൈപ്പ് എന്നിങ്ങനെയാണ്. ഇതിൽ പുൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സേഫ്റ്റി പിൻ വലിച്ചൂരുന്നതിനെയാണ് പുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തീ കത്തുന്ന ഭാഗത്തേക്ക് നമ്മൾ എയിം ചെയ്ത് നിൽക്കുക എന്നതാണ്. സ്ക്വീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം പ്രസ് ചെയ്യുന്നതിനാണ് സ്ക്വീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. തീയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് സ്വൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ തീ അണക്കാം എന്ന് പ്രാക്ടിക്കലായി നോക്കാം. ആദ്യം പിൻ വലിച്ചൂരി തീ കത്തുന്ന വസ്തുവിന് മുകളിലേക്ക് പമ്പ് ചെയ്യുക. ഇനി ഇത് ഉപയോഗിച്ചിട്ടില്ല, അറിയില്ല എന്ന് പറഞ്ഞ് ഇത്തരം സാഹചര്യങ്ങളിൽ മാറി നിൽക്കാതെ, തീപിടുത്തമുണ്ടാകുമ്പോൾ ആർക്കും ഇതെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ. വന്നാൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക്